1 കിലോയോളം പല വക മീൻ കിട്ടിയിട്ടുണ്ട്. പിടിക്കുന്നവരുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലൊരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത്. അപ്പോൾ അതായി വന്നപ്പോഴാണ് ഉലുവ ഇട്ട് കൊടുത്തത്. അതായി വന്നപ്പോൾ ഉലുവ പൊട്ടി വന്നപ്പോൾ ഞാൻ 2 സബോള അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വഴന്ന് വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഏത് മീനെന്ന് പറഞ്ഞാൽ നമുക്ക് പലതരം മീനുണ്ട്. ഇതിൽ ഒക്കെ കായൽ മീനാണ്. അപ്പോൾ മാങ്ങയൊക്കെ ചേർത്ത് പാലൊഴിച്ച് വെക്കാനാണ് വിചാരിക്കുന്നത് ഞാൻ. കായൽ മീനാകുമ്പോൾ അങ്ങനെ വയ്ക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇന്നത്തെ കറി അങ്ങനെയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സബോള ആയി വരട്ടെ. ഒരു ഇതായി വന്നപ്പോൾ ഞാനതിൽ ഇഞ്ചി വെളുത്തുള്ളി ഒരു 5-8 വെളുത്തുള്ളി ഉണ്ട്. ഒരു കഷ്ണം ഇഞ്ചി വേപ്പില ഇട്ട് കൊടുത്തു. പച്ചമുളക് ഒരു 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം പോണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ മാങ്ങിയിട്ട് കൊടുക്കണം. കാരണം പിന്നെ തക്കാളിയുടെ ഒന്നും ആവശ്യമില്ല. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 2 ടീസ്പൂണ്, 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂണ്. ഇതൊക്കെ കൂടിയാണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. 2 ചെറിയ മാങ്ങയാണത്. അപ്പോൾ ഒരു പകുതി നാളികേരത്തിൻ്റെ 2/2 പാലാണ് എടുത്തിട്ടുള്ളത് ഒഴിക്കണത് ഞാൻ. ഇനി അത് ഇളക്കി കൊടുത്തിട്ട് മാങ്ങ തിളച്ച് വരുന്ന വരെ നമുക്ക്. ഇപ്പോൾ മാങ്ങ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഇത് അടച്ച് വെച്ച് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കാം. വെന്ത് വരട്ടെ. അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് തമ്പാലൊഴിച്ചിട്ട് തീ ഓഫ് ചെയ്യാം. നമുക്ക് ഇത് മറ്റേ അടുപ്പിലേക്ക് മാറ്റിയിട്ട് വലിയ അടുപ്പാണ്. അപ്പോൾ അതിലേക്ക് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ചെറുതിൽ ഒരു ചട്ടി വെച്ച് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ ഈ താളിപ്പും കൂടി ഉണ്ടാകുമ്പോഴാണ് കറി ഒന്നുകൂടി നല്ല ടേസ്റ്റായിട്ട് വരുന്നത്. നല്ല കായൽ മീൻ കറിയാണ് ഇന്നത്തെ ഞങ്ങളുടെ കറി. ഇതാണ്. ഇതും നമ്മുടെ ഗ്രീൻ ബീൻസ് കറിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയും കൂടി ഒന്ന് കണ്ടോളാം. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് അത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു 10-20 ചുവന്നുള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ ഒരു 20 ചുവന്നുള്ളി ഉണ്ട്.
അപ്പോൾ അത് നന്നായി മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ ഈ താളിപ്പും കൂടി അത് ശരിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഈ സമയത്ത് അങ്ങനെ ഇടുമ്പോൾ കറിക്കൊരു ഭംഗിയും എരിവും ഉണ്ടാവും. 1/2 സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. നമുക്കിനി ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇത് അടച്ച് വയ്ക്കണം. അതിൻ്റെ ഇടയിൽ നമുക്കൊരു സ്വല്പം മല്ലിയില അതിലേക്ക് വിതറിയിട്ട് കൊടുക്കാം. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മതി. ഇനി ഒരു പച്ചമുളകും കൂടി ഇടാനുണ്ട്. പച്ചമുളക് ഇടാൻ മറന്നു. അപ്പോൾ ഇടുന്നു പറഞ്ഞു. അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഞാൻ ഇട്ടുന്നു മാത്രം. അപ്പോൾ ഇതാണ് നമ്മുടെ കായൽ മീൻ കറി. തുറന്ന് നോക്കിയപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഭയങ്കര മണം ടേസ്റ്റുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിങ്ങനെ 5 മിനിറ്റ് അടച്ച് വയ്ക്കുമ്പോൾ ആ ഉള്ളിയുടെയും മുരിഞ്ഞ ഉള്ളിയുടെയും ഒക്കെ മണം അങ്ങനെ നല്ല രസമായിട്ട് മീൻ കറിയിൽ വരാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ 15 മിനിറ്റ് മൂടി വയ്ക്കുന്നത്. അപ്പോൾ അതിന് ശേഷം എടുത്ത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ബൈ.